ശ്യാം, എന്താടാ വിളിച്ചാ വന്നൂടെ? അതിന് ഞാൻ നിന്റെ ചെലവിലല്ലോ ജീവിക്കുന്നത്. വെറുതെ വെറും നൈറ്റിൽ ചൂടാവാതെ. എടാ മോനെ ശ്യാമസുന്ദരോ, സ്വപ്നം കാണാൻ തുടങ്ങിയാൽ ആ ചപ്പൻ സുരേഷിനെ വെറുതെ വിടുമോ? അവന്റെ കൈക്ക് നല്ല കരുത്താ. കൈക്ക് കരുത്തുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പുല്ലിനെ എനിക്ക് പേടിയില്ല. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എടലാലേ, സംഗതി ലെവല് വിട്ടിരിക്കുക. അമ്മേ, അമ്മേ. എന്താ മോളെ? അമ്മേ, ഇന്ന് ചേട്ടൻ കോളേജിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഓരോ വഴക്കുണ്ടാക്കി. നീ പൊടിയോട്. എന്തുണ്ടായി മോനെ? അമ്മേ, മനുഷ്യന്മാർക്ക് മര്യാദ അറിഞ്ഞൂടാ. അവരെ അതൊന്ന് ഓർമ്മിപ്പിച്ചു, അത്രേ ഉള്ളൂ. എത്ര ഓർമ്മിപ്പിച്ചാലും ചിലർക്ക് അതൊന്നും ഓർമ്മ വരില്ല മോനെ. അവിടെ ഒഴിഞ്ഞു മാറുകയാ നല്ലത്. അങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ പുറത്തിറങ്ങാൻ പറ്റില്ല, വീട്ടിലിരിക്കേണ്ടി വരും. വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരാള് എന്ത് ചെയ്യുമ്പോഴും അടക്കത്തോടും ഒതുക്കത്തോടും കൂടി ചെയ്യണം. എങ്കിലേ മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടും. ആ, വന്ന് വല്ലതും കഴിക്കേ. വരൂ വരൂ. ശരി, വാടാ മോനെ. നീ എന്താ വിളിച്ച? വാടാന്ന്. നീ ആ രണ്ട് ചേച്ചിയോ ചേട്ടനോ? ചേച്ചി. വാ. അയ്യോ അമ്മേ. Madam, this way please. ഉത്തരവ് പോലെ ഇതാ ഏകാന്തമായ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കിയിരിക്കും. ഇനി എന്താ വേണ്ടതെന്ന് ആജ്ഞാപിച്ചാൽ? എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്നാണ് പോരാൻ നേരത്തെ കരാറ്. ഈ ഉള്ളവൻ വാക്ക് മാറാറില്ല. ഉറപ്പല്ലേ? ഉറപ്പ്. എങ്കിലേ ആ മരത്തിന്റെ കീഴെ ഒരല്പനേരം തലകുത്തി നിൽക്കണം. അതിനെന്താ? വേണ്ട ശ്യാം, വേണ്ട വേണ്ട. നീ ആവശ്യപ്പെട്ടതല്ലേ വേണം. ഞാൻ തമാശ പറഞ്ഞതല്ലേ. തമാശയായാലും കാര്യമായാലും ഞാൻ പറഞ്ഞ വാക്ക് വാക്കാണ്. ദൈവം വന്ന് പറഞ്ഞാൽ പോലും ഞാൻ കൊടുത്ത വാക്ക് മാറാറില്ല. ഞാനാണ് പറയുന്നത്. നോ, വേണ്ട പ്ലീസ്. ഓക്കെ ഓക്കെ ഓക്കെ. ശരി, എനിക്കിപ്പോ ദൈവത്തെക്കാൾ വലുത് നീയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അനുസരിക്കും? കുറച്ചു കാലമൊക്കെ അനുസരിക്കും. കുറച്ചു കാലമോ? അതെ, എന്റെ താലി നിന്റെ കഴുത്ത് വീഴുന്നത് വരെ. അതിനുശേഷം പലിശ സഹിതം തിരിച്ചു തരും. പിന്നെ പിന്നെ അതിന് വേറെ പെണ്ണിനെ നോക്കിക്കോ.
ജീവിതത്തിൽ ഞാൻ ഒരേ ഒരു പെണ്ണിനെ മാത്രമേ നോക്കിയിട്ടുള്ളൂ, നിന്നെ. നിന്നെ മാത്രം നോക്കി ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യും. എന്തിനാണ് ശ്യാം എന്നെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലുന്നത്? വീണ്ടും പുനർജനിക്കുക. അടുത്ത ജന്മത്തിലും നമ്മളിങ്ങനെ അടുപ്പമാകാം. ഇനിയും സ്വപ്നം കണ്ട് ഇങ്ങനെ നടക്കാൻ എന്നെ കൊണ്ട് വയ്യ സ്വപ്ന. ഞാൻ ഇന്നലെ അച്ഛനും അമ്മയ്ക്കും എഴുതി. എന്തെന്ന്? സിംഗപ്പൂരിലുള്ള അച്ഛനും അമ്മയും വായിച്ചറിയുവാൻ എഴുതുന്നത് എന്തെന്നാൽ, നിങ്ങളുടെ പ്രിയപുത്രൻ ശ്യാം ഒരു പെണ്ണ് മൂലം അപകടകരമായ നിലയിലാണ്. അപകടമോ? അതെ, അപകടം പെണ്ണിനല്ല, പെണ്ണിന്റെ ചേട്ടൻ ഒരു മുരടനാണ്. അവന്റെ കയ്യിൽപ്പെട്ട് പ്രിയപുത്രന്റെ എല്ലുകൾ കേടാവും മുൻപ് വേണ്ടത് ചെയ്യുക. എന്റെ ചേട്ടൻ നല്ലവനാ. അല്പം പേടിക്കണമെന്ന് മാത്രം. സുരേഷ് ഇന്ന് സ്പോർട്സിന് പോയില്ലായിരുന്നെങ്കിൽ നീ സമ്മതിച്ചാലും നിന്നെയും കൊണ്ട് ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കും. എത്ര നാളത്തെ കാത്തിരിപ്പ് വേണ്ടി വന്നു? നീ ഒന്ന് കനിയാൻ. വേണമെങ്കിൽ കാത്തിരുന്നേ പറ്റൂ. കാത്തിരിക്കും. ദിവസങ്ങളല്ല, വർഷങ്ങളല്ല, നൂറ്റാണ്ടുകൾ, യുഗങ്ങൾ. ആരാ മോളെ? ആരെയും കാണുന്നില്ലമ്മേ. കള്ള, നീയാണോ? അമ്മേ, ഇത് കണ്ടോ? എനിക്കറിയാം മോനെ. വാ. ഏയ്, ആദ്യം ഞാനിത് അമ്മയെ കാണിക്കണമെന്ന് കരുതുക. ബെല്ലടിച്ചപ്പോ കഥ തുറന്നതോ ഈ കഴുത. 4 ഐറ്റങ്ങളിൽ യൂണിവേഴ്സിറ്റി ഫസ്റ്റ്. ഈ ആഴ്ചയിലെ എല്ലാ പത്രങ്ങളിലും അമ്മയുടെ മകന്റെ പടമായിരിക്കും. അമ്മ ഇവൾക്ക് എന്ത് പറ്റി? എന്താ മോളെ? എടി, നീ ഇത് കണ്ടോ? എനിക്ക് കാണണ്ട, ഞാൻ കഴുതയല്ലേ. ഓ, അതോ. നിനക്ക് കാണാനില്ലെങ്കിൽ ഞാൻ എന്തിനാ പാടുപെട്ട് ചാമ്പ്യൻഷിപ്പ് നേടിയത്? വേണ്ട. അമ്മേ, ഇപ്പൊ ഇവളെ കണ്ടാൽ മിസ് വേൾഡ് പോലുണ്ട് അല്ലേ അമ്മേ? ഞാൻ ലോകസുന്ദരിയൊന്നും അല്ല. ലോകത്തിൽ ആരെങ്കിലും ഒരാളുടെ സുന്ദരിയായാൽ മതി എന്നായിരിക്കും. പേടിക്കണ്ട, അമ്മയും ചേട്ടനും ചേർന്ന് എത്രയും വേഗം ശരിയാക്കി തരാം. എന്താ അമ്മേ? ബാഗിൽ അവിടുന്ന് വാങ്ങിയ സാരിയുണ്ട്, കാഡ്ബറി ചോക്ലേറ്റ് ഉണ്ട്. ഒന്നും വേണ്ടേ? വേണ്ട. ചേട്ടനൊരു തമാശ പറഞ്ഞല്ലേ മോളെ, അതിനിങ്ങനെ പിണങ്ങിയാലോ? നീയല്ല, ഞാനാ കഴുത. അല്ലല്ല. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കഴുതയാ. എന്താ പോരെ? മതി. ആ, അപ്പൊ മിസ് കഴുത ഇതെല്ലാം ഒന്ന് എടുത്തോണ്ട് വെക്ക്. ദൈവമേ, ഇവളെ കെട്ടാൻ പോകുന്നതിന്റെ ഒരു പാട്.